ഹലോ സുഹൃത്തുക്കളെ, കേരള ലോട്ടറി ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കറക്റ്റായിട്ട് ഇത് 25-26ഓളം വീഡിയോകൾ ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രൈസ് അടിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ ഒന്ന് രണ്ടല്ല എല്ലാ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് 30-ാം തീയതി നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഞാൻ ചെയ്ത വീഡിയോയുടെ തന്നെ രണ്ടാമത് ആ നമ്പർ തന്നെ അതിൻ്റെ അകത്ത് ആ വീഡിയോ എടുത്തിട്ട് ഞാൻ അടിച്ച നമ്പർ എവിടെയാണെന്ന് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ആദ്യമായിട്ട് 1426 എന്നടിച്ചിട്ടുണ്ട്. ആ 111 നിന്ന് താഴോട്ട് നിൽക്കുന്നുണ്ടോ, 1426 ഒരു 5000 രൂപ പ്രൈസ് അടിച്ചതാണ്. 1426 എന്ന് പറഞ്ഞ് ഒരു 5000 രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇതടിക്കുന്നത് എല്ലാ ആകൃതിയിൽ സമചതുരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് 4 കളം അങ്ങനെയാണ് അടിക്കുന്നത്. അതായത് ഇന്നലെ അടിച്ച നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ മാറിയാണ് കറക്റ്റായിട്ട് ഒരു പ്രൈസായിട്ട് വരുന്നത്. രണ്ടാമത് 3591 കണ്ടോ, 3591 എന്ന് നിൽക്കുന്നത് കണ്ടോ. അതായത് 110ൻ്റെ 1 935 ഞാൻ മാർക്ക് ചെയ്തിരുന്നത്. അതായത് 95-35 ഞാൻ മാർക്ക് ചെയ്തിരുന്നത്. അത് 935-1 മേളിലോട്ട് നിൽക്കുന്നുണ്ടോ, എല്ലാ ആകൃതിയിൽ നിൽക്കുന്നുണ്ടോ. അതായത് 35-91 എന്ന് മറ്റൊരു 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നു. അതായത് ഞാൻ മാർക്ക് ചെയ്തിരുന്ന നമ്പറുകളിലെല്ലാം 5000 രൂപ പ്രൈസ് ഉണ്ടെന്നുള്ളത് ഇതാണ്. മൂന്നാമത് 07-23 കറക്റ്റ് കണ്ടോ നിൽക്കുന്നത്. 505ൻ്റെ 0 07-23 അവിടെ തന്നെ 35-91 കണ്ടോ. അതായത് 53-19 എന്ന് നിൽക്കുന്നത് കണ്ടോ. അതാണ് 35-91 അടിച്ചേക്കുന്നത്. അവിടെ തന്നെ കണ്ടോ 55-75 വേറൊരു പ്രൈസ് നേരെ താഴോട്ട് നിൽക്കുന്നത്. 55-75 73-91 നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് നിൽക്കുന്നു. പിന്നെ നിൽക്കുന്നത് കണ്ടോ 147 14-26 എന്ന് ഒരു പ്രൈസ് അടിച്ചേക്കുന്നത്. ആ പ്രൈസാണ് 14-26. ഞാൻ ആദ്യമേ പറഞ്ഞ പ്രൈസ് തന്നെ മൂന്നാമത്തെ കളത്തിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ നമ്പറുകളിൽ തന്നെയും 5000 രൂപ പ്രൈസ് ഉണ്ട്. അതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. തലേന്നടിക്കുന്ന നമ്പറുകളിൽ നിന്ന് ഒരക്കം മാറിയാണ് കറക്റ്റായിട്ടും 5000 രൂപ പ്രൈസുകൾ അടിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ 08-88 കണ്ടോ, 08-88 അത് സമചതുരം കളത്തിൽ നിൽക്കുന്നുണ്ടോ. അതായത് 958ൻ്റെ അടിയിൽ 95ൻ്റെ അടിയിൽ 08-88 എന്ന് കറക്റ്റായിട്ടും അവിടെ ഒരു 5000 രൂപ പ്രൈസ് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കുക. അപ്പം ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ടും പ്രൈസ് അടിക്കുന്നത്. ആ പ്രൈസ് അടിക്കുന്നത് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്നടിക്കുന്ന നമ്പറുകളിൽ നിന്ന് പിടിക്കുക. ഓക്കെ, രണ്ടാമത് അടിച്ചേക്കുന്നുണ്ടോ 86-52 അത് 62-58 എന്ന് താഴോട്ട് നിൽക്കുന്നുണ്ടോ. 62-58 താഴോട്ട് നിൽക്കുന്നതാണ്. അതാണ് 86-52 അടിച്ചേക്കുന്നത്. രണ്ടാമത് 07-23 നേരെ താഴോട്ട് നിൽക്കുന്നുണ്ടോ. 07-23 എന്ന് നേരെ താഴോട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ 67-23 കണ്ടോ, 76-23 എന്ന് നേരെ താഴോട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് 79-32 എന്ന് മേളിലോട്ട് നിൽക്കുന്നു. പിന്നെ നിൽക്കുന്ന സംഖ്യകൾ കറക്റ്റായിട്ട് നോക്കുക. 86-52 86-52 എന്ന് 68-52 എന്ന് മേളിലോട്ട് നിൽക്കുന്നതുണ്ടോ. അതായത് ഞാൻ 568 മാർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് 68-52 എന്ന് നിൽക്കുന്നുണ്ട്. അതാണ് 86-52 ഒരു 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്. ഞാൻ അതായത് മാർക്ക് ചെയ്ത എല്ലാ നമ്പറുകളിൽ തന്നെയും ഉണ്ട്. കാരണം അടുത്ത നമ്പർ കണ്ടോ 08-57 അതാണ് 87-05 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്. 87-05 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ നമ്പറുകളിൽ തന്നെ നിങ്ങൾക്കിത് പിടിക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 08-57 പിടിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിക്കാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 05-70 കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതായിരുന്നു. 05-70 കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതായിരുന്നു. 93-60 കണ്ടോ നിൽക്കുന്നത്. 932ൻ്റെ 93-60 എന്ന് നേരെ താഴോട്ട് നിൽക്കുന്നുണ്ടോ, എല്ലാ ആകൃതിയിൽ നിൽക്കുന്നുണ്ടോ. 93-60 അതൊരു 5000 രൂപ പ്രൈസാണ് അടിച്ചേക്കുന്നത്. അതായത് 932ൻ്റെ 93-60 അതൊരു എൽ ആകൃതിയിലാണ്
അതടിച്ചേക്കുന്നത്. ഇതടിക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മാർഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് 0723 എന്ന് നേരെ താഴോട്ട് നിൽക്കുന്നുണ്ടോ, അതായത് 0723 0723 നേരെ താഴോട്ട് നിൽക്കുന്നതിൻ്റെ അവിടെ തന്നെ മേൽവശത്ത് കണ്ടോ 8307, അതായത് 7380, അതാണ് 8370 അടിച്ചേക്കുന്നത്. അതും എല്ലാ ആകൃതിയിലാണ് നിൽക്കുന്നത്. 8073 എന്ന് താഴോട്ട് നിൽക്കുന്നുണ്ടോ. ഓക്കെ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, 8307, അതായത് 783 മാർക്ക് ചെയ്യുന്നതിൻ്റെ മുകൾ ഭാഗത്ത് 0738 നിൽക്കുന്നുണ്ടോ, അതാണ് 8307 ഇന്ന് ഒരു 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് 0783, അതായത് 8307 ഇന്ന് സമചതുരത്തിൽ ഒരു 5000 രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ട്. 1774 എന്ന് കറക്റ്റായിട്ടും ഒരു 5000 രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ട്. അത് 7147 അടിച്ചേക്കുന്നത്. കണ്ടോ, നേരെ സ്ട്രെയിറ്റ് താഴോട്ട് നിൽക്കുന്നുണ്ടോ, സ്ട്രെയിറ്റ് 4 കളം 7174 നിൽക്കുന്നുണ്ടോ, അതാണ് 7147 ഒരു 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്. അതായത് സമചതുരത്തിലും എല്ലാകൃതിയിലും സ്ട്രെയിറ്റായിട്ട് 4 കളം, അങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് അടിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ. 1426 കണ്ടോ, 1426 കണ്ടോ, ഞാൻ 962 മാർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് കറക്റ്റ് കിടക്കുന്നുണ്ടോ, 1462 എന്ന് സമചതുരത്തിൽ ഒരു 5000 രൂപ പ്രൈസ് കിടക്കുന്നത് കണ്ടോ. അതായത് 1426 അതൊരു 5000 രൂപ പ്രൈസ് അടിച്ചതാണ്. ഞാൻ മാർക്ക് ചെയ്തത് 962. അപ്പോൾ ഇതിൽ തന്നെ അതായത് 3168 അവിടെ അടിച്ചിട്ടുണ്ട് കണ്ടോ. 931 68 268 അടിച്ചേക്കുന്നത് 3168 എന്ന് ഒരു 5000 രൂപ പ്രൈസ് വന്നിട്ടുണ്ട്. പിന്നെ 9351, അതാണ് 3591 എല്ലാ ആകൃതിയിൽ നിൽക്കുന്നത്. 3591 നിൽക്കുന്നത് കണ്ടോ. 9531 നിൽക്കുന്നുണ്ടോ, അതാണ് 3591 ഒരു 5000 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഞാനിനി 2 ദിവസത്തേന് വീഡിയോ കാണത്തില്ലായിരിക്കും. ഞാനിനി 5-ാം തീയതി മുതൽ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തലേന്ന് അടിക്കുന്ന നമ്പരും ഇന്നടിക്കുന്ന നമ്പറും കൂടി എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് തലേന്ന് അടിക്കുന്ന നമ്പറിൻ്റെ അന്ന് 3 അക്കം വെച്ച് ഇപ്പോഴത്തെ ഈ പുതിയ അടിച്ചേക്കുന്ന റിസൾട്ടുകളായിട്ട് എത്ര അക്കങ്ങൾ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ബോധ്യമായിട്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഞാൻ 5-ാം തീയതി ഇടുന്ന വീഡിയോ 1-ാം തീയതിയോ 2-ാം തീയതിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് 2 ദിവസം നോക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയായിരിക്കും. ഞാൻ മുൻകൂറായിട്ടായിരിക്കും ഇനി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസം വീഡിയോ കറക്റ്റായിട്ട് നോക്കാനുള്ള ഒരവസരം കിട്ടും. ഇതിപ്പോൾ റിസൾട്ട് കഴിയുമ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് പിറ്റേന്ന് 3 മണിക്ക് നറുക്കെടുപ്പാണ്. കറക്റ്റായിട്ട് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം കറക്റ്റായിട്ട് മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 5-ാം തീയതിത്തെ വീഡിയോ 1-ാം തീയതിയോ 2-ാം തീയതിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.